മുസ്ലിം സമുദായ അംഗങ്ങളും സംഘടനാ ശക്തിയും ജനപിന്തുണയും ഏറെയുള്ള കേരളത്തിലെ സുന്നി പ്രവർത്തകരെ പോലും അത്ഭുതപ്പെടുത്തിയ ഒന്നായിരുന്നു കർണാടക യാത്ര. മാനവകുലത്തെ ആദരിക്കുക എന്ന പ്രമേയവുമായി ഗുൽബർഗയിൽ നിന്ന് മംഗലാപുരത്തേക്കായിരുന്നു കാന്തപുരത്തിന്റെ കർണാടക യാത്ര. രാഷ്ട്രീയമായ കാലുഷ്യങ്ങൾ നിറഞ്ഞ കർണാടകയിൽ വർഗീയമായ ചേരിതിരിവുകൾ പലപ്പോഴും സ്വസ്ഥത നഷ്ടപ്പെടുത്താറുണ്ട്. കർണാടക യാത്ര മതങ്ങളെ പരസ്പരം അറിയാനുള്ള വേദിയായി മാറി. പ്രശ്നകലുഷിതമായ ചിക്ക്മാംഗ്ലൂർ, ദാദ ഹയാത്ത് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉസ്താദിന്റെ യാത്രയിലൂടെ അസ്വാസ്ഥ്യങ്ങൾ രമ്യതയിലെത്തി. मोहब्बत का पैगाम आए हैं, इल्म की रख दिखलाने सुन्नियों की शान, सब दिलों की जान, मोहब्बत का पैगाम आए हैं। सुल्तानुल उलमा जिंदाबाद, सुल्तानुल उलमा, सुल्तानुल उलमा जिंदाबाद, कर्नाटक यात्रा जिंदाबाद, कर्नाटक. പലയിടങ്ങളിലും അന്യമതസ്ഥർ കർണാടക യാത്രാ നായകനെ മനസ്സ് തുറന്നു സ്വീകരിച്ചു. ഓരോ സ്വീകരണ പൊതുയോഗങ്ങളും കാണുമ്പോൾ ഇത് കർണാടക തന്നെയോ എന്ന് സംശയിച്ചു പോകും. അത്ര വലിയ ജനസഞ്ചയമാണ് ഓരോയിടത്തും വന്നെത്തിയത്. सब दिलों की जान, नेकी मोहब्बत का पैगाम आए हैं, सुन्नियों की शान, सब दिलों की जान, नेकी मोहब्बत का पैगाम आए हैं, इल्म की रख दिखलाने सुन्नियों की शान, सब दिलों की जान, मोहब्बत का पैगाम आए हैं। सुल्तानुल उलमा जिंदाबाद, सुल्तानुल उलमा, सुल्तानुल उलमा जिंदाबाद, कर्नाटक यात्रा जिंदाबाद, कर्नाटक यात्रा जिंदाबाद. ഉസ്താദിന്റെ പ്രസംഗങ്ങൾ അവരെ ആവേശഭരിതമാക്കി. कर्नाटक गवर्नमेंट से भी मैं तलब करता हूँ, गुजारिश करता हूँ, मद्य मुक्त कर्नाटक होना चाहिए. അറിവ് നേടിയാലേ മതത്തെ അറിയാൻ കഴിയൂ എന്ന് ഉസ്താദ് ജനങ്ങളെ ബോധിപ്പിച്ചു. ജനപ്രതിനിധികളും മന്ത്രിമാരും കേരളത്തിൽ നിന്നുമെത്തിയ സമാധാന ദൂതനെ ആശ്ലേഷിച്ചു. കർണാടക ജനതക്ക് യാത്ര എന്തെന്നില്ലാത്ത ആവേശം പകർന്നു. വൈവിധ്യമാർന്ന പ്രചാരണ പരിപാടികളും സ്വീകരണങ്ങളിലെ സമയനിഷ്ഠയും പ്രവർത്തകരുടെ അച്ചടക്കവും കർണാടക പോലീസിനെ പോലും അത്ഭുതപ്പെടുത്തി. ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലേക്കും മറ്റു ചാരിറ്റി സ്ഥാപനങ്ങൾക്കും സാന്ത്വനവുമായി കടന്നുപോയ യാത്ര കേരള യാത്രയെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു. കർണാടക സർക്കാരിന്റെ പരിപൂർണ പിന്തുണ യാത്രക്കുണ്ടായിരുന്നു. അവരുടെ സഹകരണം യാത്രയിൽ ശ്രദ്ധേയമായിരുന്നു. 25,000 യുവാക്കളെ സ്ത്രീധന രഹിത വിവാഹത്തിന് സജ്ജരാക്കിയത് കർണാടക യാത്രയിലെ ശ്രദ്ധേയമായ പ്രഖ്യാപനമായിരുന്നു.
കർണാടകയുടെ കണ്ണും കരളും കവർന്ന യാത്ര കന്നഡ ഭൂമിയിലെ പുതുനവോത്ഥാന ചരിത്രമായി മാറി. മുസ്ലിങ്ങളെ സഹായിക്കാനെന്ന പേരിൽ പുറത്തുനിന്നും സഹായ വാഗ്ദാനം നടത്തുന്ന ഭീകരർക്ക് താക്കീതായിരുന്നു ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ പുറത്തുനിന്നുള്ളവർ ഇടപെടേണ്ടെന്ന ഉസ്താദിന്റെ പ്രഖ്യാപനം കന്നഡ മാധ്യമങ്ങൾ വൻ കവറേജോടുകൂടിയാണ് റിപ്പോർട്ട് ചെയ്തത്. നാം ഇന്ത്യക്കാരാകുന്നു. ഇന്ത്യയെ സംരക്ഷിക്കാനും ഇന്ത്യയുടെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാനും നാം ഒന്നായി പ്രവർത്തിക്കണം. ജാതി മത ഭേദമന്യേ യാതൊരു വ്യത്യാസവുമില്ലാതെ ഇന്ത്യയുടെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുന്നതിന് നാം യത്നിക്കണം. ഇപ്പോൾ ഇന്ത്യയിൽ കടന്നു ഇവിടെയുള്ള ജനങ്ങൾക്ക് നന്മ ചെയ്യാനെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വരുന്ന വൈദേശികരുടെ യാതൊരു ആവശ്യവും ഇന്ത്യ രാജ്യത്തിന് ഇല്ല. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യ രാജ്യത്തിന് ഏറ്റവും നല്ല സുഭദ്രമായ ഭരണഘടനയുണ്ട്. മുൻകൂട്ടി നിശ്ചയിക്കപ്പെടാത്ത സ്ഥലങ്ങളിൽ പോലും സ്വീകരണം ഏറ്റുവാങ്ങേണ്ടി വന്നു കർണാടക യാത്രക്ക്. ആവേശഭരിതരായ ജനക്കൂട്ടം ഉസ്താദിനെ കാണാനും യാത്രയെ ആശീർവദിക്കാനും തിരക്കുകൂട്ടി. सब दिलों की जान की मोहब्बत का पैगाम आए हैं। इल्म की राह दिखलाने सुन्नियों की शान सब दिलों की जान की मोहब्बत का पैगाम आए हैं। യാത്രയുടെ സമാപനം മംഗലാപുരത്ത് നടന്നപ്പോൾ അത് മറ്റൊരു കേരള യാത്ര സമാപനമായി മാറി. കർണാടക മുഖ്യമന്ത്രിയും വിവിധ മതമേധാവികളും സംബന്ധിച്ച ചടങ്ങ് ദേശീയ മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. കന്നഡയിലെ സുന്നി പ്രവർത്തകർ യാത്രയെ ചരിത്രമാക്കി മാറ്റി. ഗവൺമെന്റിന്റെ സഹകരണം സമാപനത്തിന് വലിയ സഹായകമായി മാറി. മതധർമ്മത്തെക്കുറിച്ചുള്ള